ഇന്ന് എന്ത് ചെയ്യുന്നു ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം മനസ്സിൽ വന്നത്. കുറേ യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട്, അത്രയൊന്നും ആവില്ല, എന്നാലും എനിക്ക് ചെയ്ത് നോക്കണം, ഒന്ന് ട്രൈ ചെയ്യണം എന്നൊരു ആഗ്രഹം. ഡേ ഇൻ അവർ ലൈഫ്. അപ്പോൾ 5:30 ഈ സമയത്താണ് ഞങ്ങളിവിടെ എഴുന്നേൽക്കുക. 6 മണിക്കാണ് ശിവനേട്ടൻ്റെ ഡ്യൂട്ടി എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് എഴുന്നേറ്റേ പറ്റും. ഇന്ന് 6 മണിക്കാണ് ഡ്യൂട്ടി. ശിവനേട്ട പോവായി. 6 മണിക്ക് പോയി കഴിഞ്ഞാൽ 2 മണി വരെ ഡ്യൂട്ടി ഉള്ളൂ. അതിനിടയ്ക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു 8 മണി 8:30 ആകുമ്പോൾ വരും. അപ്പോഴേക്ക് ചായ റെഡിയാക്കണം. അപ്പോൾ പോയി. ഇന്ന് ചായക്ക് കുറച്ച് ദോശേൻ്റെ മാവ് ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് മസാല ദോശ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഉരുളക്കിഴങ്ങ് കുക്കറിലൊന്ന് വിസിലടിക്കാൻ വെക്കുന്നുണ്ട്. വിസിൽ വന്നു. ഒരു 3 വിസിൽ കുക്കറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് വെന്തു. അതിൽ നിന്ന് ഏറെ പോകുന്നവരെ അവിടെ നിൽക്കട്ടെ. അപ്പോഴേക്ക് ഞാൻ ഉള്ളി, ക്യാരറ്റ്, ബീറ്റ്റൂട്ട് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളി, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, പച്ചമുളക്. ബീറ്റ്റൂട്ട് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ എടുത്താൽ മതി. ഇവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ഒരു കട്ടൻ ചായയും ബിസ്ക്കറ്റും. ഇതെനിക്ക് മസ്റ്റാണ്, ഞാൻ അത് കുടിക്കും. പിന്നെ തന്നെ ചട്നിക്കുള്ള പരിപാടി നോക്കാം. തേങ്ങയും ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകും. ആദ്യം ഇഞ്ചി, പച്ചമുളകും ചെറിയുള്ളിയും ഉപ്പും വെച്ചിട്ട് ഒന്ന് മിക്സിയിൽ കറക്കിയെടുക്കാം. മിക്സിയിൽ കറക്കിയെടുത്തു. ഇനി തേങ്ങ ഇട്ട് തേങ്ങ അരച്ചെടുത്തു. ചട്നീൻ്റെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോഴാണ് മോനെ എണീച്ചത്. ഇങ്ങനെ ഒരു 2-3 വട്ടം എണീക്കും. പിന്നെ ഞാൻ വീണ്ടും ഉറക്കി അവനെ, അല്ലെങ്കിൽ പണിയൊന്നും നടക്കില്ല. പിന്നെ ചട്നിക്കുള്ള പരിപാടി നോക്കാം. ചീനച്ചട്ടി ഇൻഡക്ഷൻ കുക്കറിലാണ് ഞാൻ ഇവിടെ കുക്ക് ചെയ്യാൻ കൂടുതലെടുക്കാം. അപ്പോൾ ഇൻഡക്ഷൻ കുക്കറിൽ വെച്ച് ചൂടായതിനു ശേഷം, ചൂടായിട്ടില്ലാന്ന് തോന്നുന്നു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ചൂടായതിനു ശേഷം കുറച്ച് കടുകിട്ട്. ഇതൊന്നും ഇങ്ങനെ പറയണ്ടല്ലോ, ചട്നിയൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ കറിവേപ്പിലിട്ടു. ചട്നീൻ്റെ അരപ്പ് അതിലേക്ക് ഒഴിച്ചു. ഉപ്പിട്ട് അടിച്ചതുകൊണ്ട് ഇനി ഉപ്പിടേണ്ട ആവശ്യമില്ല. ചട്നി ഏകദേശം റെഡി ആയിട്ട് വരുന്നുണ്ട്. ചട്നി റെഡി. അപ്പോൾ എയർ പോക്കി ഉരുളക്കിഴങ്ങ് എടുത്ത് ഞാൻ ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി മസാല റെഡിയാക്കാം. മസാല ദോശയിലേക്കുള്ള അതിന് വേണ്ടിയിട്ട് ചീൻചട്ടി വീണ്ടും അടുപ്പത്ത് വെച്ച്. ഞാൻ അതേ ചീൻചട്ടിനായിട്ട് ഉപയോഗിക്കും. ഞാൻ പാത്രം ഒരുപാട് കഴുകാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. പാത്രം കഴുകലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ജോലി. അതുകൊണ്ട് ഞാൻ ചട്നി തയ്യാറാക്കിയ അതേ ചീൻചട്ടിനെ കഴുകിയിട്ട് മസാലയ്ക്ക് വേണ്ടിയിട്ട് എടുത്താണ്. മസാലയ്ക്ക് വേണ്ടിയിട്ടില്ല, വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ടു, കുറച്ച് ഉഴുന്നും പരിപ്പ് ഇട്ടു. ഉഴുന്നും പരിപ്പ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. എനിക്ക് ഇഷ്ടമാണ് ഉഴുന്നും പരിപ്പ് ഇട്ടാൽ. കുറച്ച് ജീരകവും ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. കടുക് മാത്രമാണെങ്കിൽ അതാണ് നല്ലത്. ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഉഴുന്നും പരിപ്പ് ജീരകം ഇട്ടു. ശേഷം അരിഞ്ഞു വെച്ച ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളീൻ്റെ ഒരു കളറൊക്കെ ജസ്റ്റ് ഒന്ന് മാറി വരുമ്പോഴേക്കും പച്ചമുളക് ഇടാം. അതിൻ്റെയൊക്കെ ഒരു എരിവും പച്ച ചൊയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കുക. ഇളക്കിയെടുത്തതിൻ്റെ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീട്രൂട്ടും ഇട്ട് കൊടുക്കാം. അതും ഒന്ന് ഇളക്കിയെടുക്കുക. എല്ലാം കൂടെ ഒന്ന് മിക്സാക്കുക. നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്നും കൂടെ ഇളക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കാം. ഈ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഒന്ന് വെന്തിട്ട് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു. കുറച്ച് ഗരം മസാല ഇട്ട്, വേണമെങ്കിൽ ഇട്ടാൽ മതി ഇട്ടോ. എനിക്ക് ഗരം മസാല ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കുറച്ച് ഗരം മസാല ഇട്ടാൽ ഇളക്കി അത് വെന്ത് വരുമ്പോഴേക്കും ഉച്ചക്കത്തേക്കുള്ള കറി റെഡിയാക്കാം. പച്ചക്കറിയാണേ. ഇന്ന് പരിപ്പും പച്ചക്കായും തക്കാളിയും കൂടിയാണ് കറി വെക്കുന്നത്. ഇവിടെ മീൻ കിട്ടില്ല. പിന്നെ എനിക്ക് നോൽമ്പാണ്, അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ നോൽമ്പിലാണ് ഞാൻ. അപ്പോൾ മീൻ ഇവിടെ ഭയങ്കര മോശമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് മീൻ കൂട്ടി ഇവിടെ നിന്ന് കൂട്ടാനേ കഴിയില്ല. അപ്പോൾ കുക്കർ അടുപ്പത്തേക്ക് വെച്ചു. കറി റെഡിയായിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ദോശ റെഡിയാക്കാം. ദോശ ഒഴിച്ചു. ദോശ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഞാനിതാ കറിക്കുള്ള തേങ്ങയൊക്കെ അരച്ചു. മസാല ദോശയിലേക്കൊക്കെ വെച്ചു. മസാല ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കറി വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അരപ്പ് അതിലേക്ക് ഒഴിച്ച് റെഡിയാക്കി. ഇത് മാങ്ങയല്ല കേട്ടോ, ഇത് വഴുതനയാണ്. വഴുതിന പൊരിക്കാൻ വേണ്ടിയിട്ട് കുഴച്ച് വെച്ചു. ഞാൻ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കടുക് പൊട്ടിക്കുകയാണ്. ഉപ്പേരി ക്യാരറ്റ് വെക്കാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ ഒരു കഷ്ണം ബീട്രൂട്ട് ബാക്കിണ്ടായിരുന്നു, അതും കൂടെ മിക്സാക്കി ഇങ്ങനെ വെച്ചു. ഇങ്ങനെ എല്ലാവരും ചെയ്യലുണ്ടാവില്ല. ഞാൻ വെറുതെ ബീട്രൂട്ട് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ക്യാരറ്റിൻ്റെ കൂടെ ഇട്ട് വെച്ചതാണ്.
ഇതാപ്പോഴേക്ക് മോൻ എണീറ്റു. മോൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞു. അവൻ്റെ ഇന്നത്തെ രാവിലത്തെ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റു. ഇതാ പല്ല് തേക്കാം, വെറുതെ ബ്രഷ് കയ്യിലെടുത്ത് നിൽക്കുക കേട്ടോ. ഇത് ഡെയിലി ഒരു പതിവാണ്. ഇവിടെ തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരു വണ്ടി വരും, കുപ്പ വണ്ടി എന്നാണ് പറയുക. നമ്മുടെ ഒരു വേസ്റ്റും എവിടെയും ഇവിടെയും വലിച്ചെറിയേണ്ട ആവശ്യമില്ല. പിന്നെ ഇവർ വന്ന് കൊണ്ടുപോകും. ഡെയിലി ഇവർ വരും. ഞായറാഴ്ച മാത്രം വരില്ല, പിന്നെ നാഷണൽ ഹോളിഡേയ്സിലും വരില്ല. ആ ഏച്ചിനോട് ചോദിക്കുക അത് എന്താ എടുക്കുന്നതെന്ന് തന്നെ എന്നെ ഒന്ന് വഴക്കരാൻ വന്നതായിരുന്നു. പക്ഷെ ഞാൻ കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി. കേരളയിലെ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. ഈ വണ്ടി ഡെയിലി വരും എല്ലാ വീട്ടിലും. അപ്പം രാവിലെ തന്നെ മുന്നിൽ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ടാവും. അപ്പോൾ കുപ്പവണ്ടി വന്ന് പോയി. അപ്പോൾ ഞാൻ വഴുതിന പൊരിക്കാനിട്ടു. ടിങ്കി രാവിലെ തന്നെ എണീച്ചതാണ്. ഇതൊക്കെയാണ് പരിപാടി. പല്ല് പോലും തേച്ചിട്ടില്ല. പല്ല് തേക്കാൻ ഭയങ്കര മടിയാണ്. സ്കൂളുള്ള ദിവസം എൻ്റെ കഷ്ടപ്പാടാണ്. പല്ല് തേച്ച് കുളിയും കഴിഞ്ഞു. പല്ല് തേക്കാൻ 5 മിനിറ്റ് കൊണ്ട് പല്ല് തേപ്പ് കഴിയും. കുളി കഴിഞ്ഞ് ഇനി അടുത്ത ആൾ കുളിക്കാൻ പോവാണ്. കുളിപ്പിച്ച് ഞാൻ കൊണ്ടുവന്നു. ടിങ്കി ചായ കുടിക്കാനിരിക്കും. ടിങ്കീൻ്റെ അഭിപ്രായം കേൾക്കാനായിട്ട് ഞാൻ കാത്തു നിൽക്കുക കേട്ടോ. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പം അടിപൊളി എന്നാണ് പറഞ്ഞത്. ഞാനിതുവരെ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല. ടേസ്റ്റ് ചെയ്തപ്പോൾ കുഴപ്പമില്ല എന്ന് എനിക്കും തോന്നി. മോനൊരു ചെറിയ പീസ് കൊടുത്താട്ടോ, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അവനതൊന്നും കഴിക്കില്ല. അപ്പോൾ മോനും കഴിച്ചു. ഇനി അടുത്ത് എൻ്റെ ക്ലീനിങ് പരിപാടിയാണ്. എത്ര അടിച്ചു വാരി തുടച്ചിട്ടും കാര്യമൊന്നുമില്ല. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് തുടയ്ക്കുക. ഇന്ന് തന്നെ ഒരു 4-5 പ്രാവശ്യം അടിച്ചു വാരലും തുടയ്ക്കലും കഴിഞ്ഞു. അലക്കലും കഴിഞ്ഞു. അലക്കിൻ്റെ ഇടയ്ക്ക് കൂടെ മോൻ്റെ ഓരോ പരിപാടികളും ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഓരോ ദിവസം കഴിഞ്ഞ് പോവുക. ഉച്ചക്കത്തെ ചോറ് ടൈമായി, ചോറ് കഴിക്കാം. അതിൻ്റെ ഇടയ്ക്ക് 2-3 ക്ലിപ്സ് വിട്ടു പോയിട്ടുണ്ട് കേട്ടോ. ചോറ് വെക്കുന്നതും മക്കൾക്ക് കഞ്ഞി ഉണ്ടാക്കുന്നത്. വൈകുന്നേരം ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം എഴുന്നേറ്റപ്പോഴാണ് ശിവനേട്ടൻ പറഞ്ഞത് തിണ്ടൽ മുരുകൻ ക്ഷേത്രത്തിലൊന്ന് പോയിട്ട് വരാം. റെഡിയായി, എല്ലാവരും ഇറങ്ങുകയാണ്. ടിങ്കി ഞങ്ങൾ മെനഞ്ഞാന്ന് ടിങ്കിനെ കൂട്ടാതെ ഒന്ന് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ശിവനാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ടിങ്കീനെ കൂട്ടിയില്ല. അപ്പോൾ അവൾക്കുള്ളൊരു സർപ്രൈസ് തന്നെയായിരുന്നു ഇത്. ഇത് ഇവിടുത്തെ പപ്സാണ് ഗൈസ്. മുട്ട പപ്സല്ല, വെജ് പപ്സാണ്. ഭയങ്കര തീരെ ഒരു സാധനവും ഇല്ല. ചെറിയ ഒരു ക്വാണ്ടിറ്റിയേ ഇല്ല ഈ പപ്സിന്. കുഴപ്പമില്ല. ടേസ്റ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ കുഴപ്പമില്ല. മസാലയും ഇല്ല, ഒന്നുമില്ല. പക്ഷെ നമ്മളെ നാട്ടിലെ പപ്സ് തന്നെ അടിപൊളി. ഞങ്ങളിത് അവിടെ എത്തി. തിണ്ടൽ മുരുകൻ ക്ഷേത്രത്തിലെത്തി. പാർക്കിങ്ങിനുള്ള പൈസയും കൊടുത്തു. ഒരു മാല വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് പൂപ്പീടിയയിൽ കയറിയതാണ്. ഇതൊക്കെ മുരുകൻ ക്ഷേത്രത്തിലേക്ക് വെച്ച മാല തന്നെയാണ്. മാല വാങ്ങി. ഇതാണ് അങ്ങോട്ടുള്ള എൻട്രൻസ്. അതിനിടയ്ക്ക് അവിടെ ഒരു സൈഡിലായിട്ട് ഒരു ഗണപതീൻ്റെ ഒരു ചെറിയൊരു അമ്പലമുണ്ട്. ഇതാണ് എൻട്രൻസ്. നമുക്ക് അങ്ങോട്ട് കയറാം. കുറച്ച് പടിയുണ്ട് കയറാൻ. എന്നാൽ പഴനീൻ്റെ അത്രയൊന്നുമില്ല. മോൻ ഫുള്ള് നടന്നിട്ട് തന്നെയാണ് കയറിയത്. ഇതാണ് ഇടുമ്പൻ. ശിവനാട്ടനാട്ടോ അതിൻ്റെ പേര് വായിച്ചത്. മൂപ്പർക്ക് തമിഴ് വായിക്കാനോ എഴുതാനോ അറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. അവിടെ ഒരു ഗണപതി ഉണ്ട് കേട്ടോ. ഇത് ഇടുമ്പൻ്റെ പിറകിലാണ്, എന്താണെന്ന് അറിയില്ല. ഇത് മുരുകൻ്റെ ഒരു ചെറിയൊരു പ്രതിമ. ഇതങ്ങോട്ടുള്ള എൻട്രൻസ് ആണ് കേട്ടോ. സ്റ്റെപ്പിൻ്റെ സൈഡിലൊക്കെ ഉള്ള, പഴനി പോലെ തന്നെ സൈഡിലൊക്കെ ഉള്ള കൊത്തുപണികളും കാര്യങ്ങളൊക്കെയാണത്. ഇതാണ് അമ്പലത്തിൻ്റെ ഒരു ചെറിയൊരു വ്യൂ. മൊത്തത്തിൽ എടുക്കാൻ കഴിയില്ല. എനിക്കറിയില്ല അവിടുന്ന് ഫോട്ടോഗ്രാഫി പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാനെടുത്തു. രാത്രിത്തെ അമ്പിളിമാമനാട്ടോ. അവിടുന്ന് കുറച്ച് എവിടെ പോയാലും കുറച്ച് ഫോട്ടോ എടുക്കുക എന്നുള്ളത് മൂപ്പർക്ക് നിർബന്ധം. അപ്പോൾ ശിവനാണ്ട് കുറച്ച് ഫോട്ടോ എടുത്തു. ഇത് അവിടെയുള്ള രഥമാണ്. എനിക്ക് തോന്നുന്നു മുരുകൻ്റെ വിഗ്രഹമൊക്കെ എഴുന്നള്ളിക്കുന്നതായിരിക്കണം. പിന്നെ ഇത് തൈപ്പൂയ ആവാനായിട്ടുണ്ട്. ചൊവ്വാഴ്ചയാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയോ മുന്നൊരുക്കങ്ങളുണ്ട് അവിടെ. ഇന്ന് ഞങ്ങൾ ചെന്ന നല്ല ദിവസമായിരുന്നു. അപ്പോൾ എന്തോ രഥം എഴുന്നള്ളിപ്പാണ്. ഇത് ഓരോരുത്തരെ വഴിപാടാണെന്നാണ് എൻ്റെ ഒരു ധാരണ. ഓരോരുത്തർ വഴിപാടായിട്ട് കഴിക്കുക. ഈ രഥം വലിക്കുന്നത് ഈ വഴിപാട് കഴിക്കുന്നവരാണ്. എനിക്ക് കറക്റ്റ് മുന്നിൽ പോയിട്ട് എടുക്കാൻ പേടിയായിരുന്നു. കാരണം ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ചീത്ത വെക്കുമോ, ഫോട്ടോഗ്രാഫി പറ്റുമോ എന്നൊന്നും അറിയില്ല. വിഗ്രഹമൊന്നും കാണില്ല. രഥം ജസ്റ്റ് ഒന്ന് ഞാൻ കവർ ചെയ്തതാണ്. അതിൻ്റെ ഉള്ളിലാണ്, രഥത്തിൻ്റെ ഉള്ളിലാണ് മുരുകൻ്റെ വിഗ്രഹം ഉള്ളത്. അത് എഴുന്നള്ളിപ്പിന് മാത്രമുള്ളതായിരിക്കണം, അറിയില്ല കേട്ടോ. ഇവിടെയാണ് ഈ രഥം. ഇവിടുന്നാണ് ഈ രഥം എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത്. മോൻ ഏതോ ഒരു കുട്ടീനെ പിന്നാലെ ഓടി ഒന്ന് വീണ്. പക്ഷെ ഓന് കുഴപ്പമില്ല. വീണ്ടും എഴുന്നേറ്റ് ആ കുട്ടീനെ പിടിക്കാൻ ഓടുക.
ഇതിങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഇതാ ഇങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. ടിങ്കിക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ട് ഒന്ന് വാങ്ങി കൊടുക്കിയിട്ട്. കലിപ്പിലാണ്, കട്ട കലിപ്പിലാണ് ഇറങ്ങിപ്പോയത്. ഇത് തൈപ്പൂയത്തിൻ്റെ മുന്നോടിയായിട്ട് ഫുള്ള് ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല നല്ല രസമുണ്ടായിരുന്നു. രാത്രി തന്നെ പോകണം, പകൽ പോയിട്ട് കാര്യമില്ല. അല്ലെങ്കിലും പഴനിയിലൊക്കെ അങ്ങനെയാണല്ലോ, രാത്രി പോയാൽ വേറെ തന്നെ വൈബല്ലേ. ടിങ്കിതാ ദേഷ്യം പിടിച്ച് ഓടുക. ഫോട്ടോ കണ്ടില്ലേ, ദേഷ്യത്തിലാണ്, ഭയങ്കര ദേഷ്യത്തിലാണ്. അച്ഛൻ ചിരിപ്പിച്ചപ്പോൾ ചിരിച്ചതാ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി പാർക്കിങ്ങിൻ്റെ അവിടെ എത്തി. ഇതാ വീട്ടിലേക്ക് തന്നെ പോവാണ്. ഇത് താഴെ നിന്നുള്ള ഒരു വ്യൂ ആട്ടോ, പാർക്കിങ്ങിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. നിങ്ങളെന്തേ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എൻ്റെ ഫോട്ടോഗ്രാഫി പറ്റ മോശമാണ്. ഇതൊക്കെ തമിഴ്നാട്ടിലെ അമ്പലത്തിൻ്റെ പ്രത്യേകത. ഇത് നമ്മളെ പഴനി ക്ഷേത്രം കാണുന്നത് പോലെ ദൂരെ നിന്ന് റോഡിൽ നിന്നുള്ള വ്യൂ ആണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചിട്ടോ, വീട്ടിലേക്ക് പോവാണ്. തമിഴ്നാട്ടിലെ റോഡാട്ടോ, നല്ല അടിപൊളി റോഡാണ്, ഒരു രക്ഷയില്ല. എവിടെയും കുണ്ടും കുഴിയും ഒന്നുമില്ല, നല്ല നൈസായിട്ട് പോവാം നമുക്ക്. ഓരോരോ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ട്, തിരുവിഴ എന്ന് അവിടെ പറയാം. അപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഞങ്ങളുടെ ഡേ ഇൻ അവർ ലൈഫ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.